പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും അവരുമായി ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ കൊച്ചിയിലെ കരിമണൽ കർത്താവിൻ്റെ കമ്പനിയുമായിട്ടുള്ള CMRLുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ കഴിഞ്ഞ ജനുവരി 12-ാം തീയതി കോർപ്പറേറ്റ് മന്ത്രാലയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുന്നതിന് ഒരു ഉത്തരവിട്ടതോടുകൂടിയാണ് ഈ ചർച്ച കൂടുതൽ സജീവമായത്. ജനുവരി 12 കോർപ്പറേറ്റ് മന്ത്രാലയം ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞത് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയും CMRL എന്ന് പറഞ്ഞ കമ്പനിയുമായി ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ കോർപ്പറേറ്റ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. അതിന് പുതുച്ചേരിയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഒരു 3-അംഗ സംഘത്തിനെ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ അന്വേഷണം 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനുവരി 12-ന് ഒരു ഉത്തരവ് വന്നത്. ആ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഈ വിഷയത്തെക്കുറിച്ചിട്ട് ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ ആ ചർച്ചകൾ കൂടുതൽ സജീവമായത് ആ ഉത്തരവ് വന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കർണാടകത്തിലെ ROC നടത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിലെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളും പുറത്തു വന്നു. അത് ഏഷ്യാനെറ്റ് ചാനലിൽ കൂടിയാണ് അത് പുറത്തു വന്നിട്ടുള്ളത്. അതുകൂടി വന്നതിനെ തുടർന്ന് ഈ വിഷയത്തിലെ ചർച്ചകൾ കൂടുതൽ സജീവമായിരിക്കുകയാണ്. അതിനെ തുടർന്ന് CPM പിണറായി വിജയൻ്റെ മകളെ ന്യായീകരിച്ച് രംഗത്ത് വന്നു. ആ വന്ന വാദഗതികളെല്ലാം തെറ്റായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പിന്നീട് വന്നു. ഈ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ള നിലയിലുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ആ നിലയിൽ ഈ ചർച്ച ഇപ്പോൾ വളരെ സജീവമായി പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ ചർച്ചകൾ സംബന്ധിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനി വീഡിയോ ചെയ്യാനും പോകുന്നുണ്ട്. അതുകൊണ്ട് അതല്ല എൻ്റെ ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം. എൻ്റെ ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പിണറായി വിജയനും കുടുംബവും അല്ലെങ്കിൽ പിണറായി വിജയനും മകളും നേരിടുന്ന ഈ അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കുടുംബം CPMൽ ഉണ്ട് എന്ന് പറയാനും പിണറായി വിജയൻ്റെ പ്രതിസന്ധിയിൽ ആ കുടുംബം സന്തോഷിക്കാനുള്ള കാരണം എന്താണ് എന്ന് സൂചിപ്പിക്കാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, പിണറായി വിജയനും മകളും നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കുടുംബം ആരുടെ കുടുംബമാണ്? ആ കുടുംബം അന്തരിച്ച മുൻ പാർട്ടി സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമൊക്കെ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബമാണ് പിണറായി വിജയനും മകളും നേരിടുന്ന ഈ അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് പറയാനാണ് ഞാനിവിടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് അവർ ഇത്രയും സന്തോഷിക്കാൻ കാരണം? അതിന് 2-3 കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഉയർന്നു വന്ന അതുപോലെയുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്കെതിരെയും ഉയർന്നു വന്നിരുന്നു. ഒരു മകനെതിരെ മാത്രമല്ല, മൂത്ത മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്നു വന്നിരുന്നു, ഇളയ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെയും ഉയർന്നു വന്നിരുന്നു. ആ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ആ ആരോപണങ്ങളിലെല്ലാം മറുപടി പറയാൻ അന്ന് നിർബന്ധിതനായത് അവരുടെ ബിനോയിയുടെയും ബിനീഷിൻ്റെയും അച്ഛനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തിപരമായിട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കോടിയേരി ബാലകൃഷ്ണൻ മക്കളെക്കുറിച്ചുള്ള ആരോപണം ഒരു 10-15 വർഷക്കാലമായി അന്തരീക്ഷത്തിലുണ്ട്. ഏതാണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നതിന് 2 വർഷം മുമ്പ് ആണ് മൂത്ത മകൻ ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വന്നു. ഗൾഫിൽ എന്തോ ബിസിനസ് നടത്തുന്ന ബിനോയ് കോടിയേരി ആർക്കോ 13 കോടി രൂപ കൊടുക്കാനുണ്ടായിരുന്നുവെന്നും അത് കൊടുക്കാത്തത് കൊണ്ട് ബിനോയ് കോടിയേരി അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞിട്ടുള്ള വാർത്തകൾ ആണ് ആദ്യം പുറത്തു വന്നത്. അത് പുറത്തു വന്നതിനെ തുടർന്ന് അതിനും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തിപരമായിട്ടാണ് മറുപടി കൊടുക്കാൻ നിർബന്ധനായത്. അതും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പാർട്ടി വൗച്ച് ചെയ്തില്ല, പാർട്ടി അത് ഏറ്റെടുത്തില്ല, പാർട്ടി അതിനകത്തൊരു അഭിപ്രായവും പറഞ്ഞില്ല. അതിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അതിന് മറുപടി പറയേണ്ടി വന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് 2ാമത്തെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ നേരിടേണ്ടി വന്നത്. അതാണ് മയക്കുമരുന്ന് കേസിൽ പ്രതിയായി കോടിയേരി ബാലകൃഷ്ണൻ്റെ 2ാമത്തെ മകൻ ബിനീഷ് കോടിയേരി ഏതാണ്ട് 1 വർഷക്കാലം പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കിടന്ന സമയത്ത് ഉണ്ടായ പ്രതിസന്ധിയാണത്. അത് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസും ഉണ്ടായിരുന്നു. അതിലൊക്കെ വിശദമായിട്ടുള്ള തെളിവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്.
ആ കേസിൽ ഏതാണ്ട് 1 വർഷക്കാലം പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ മകൻ കിടന്ന അവസരത്തിലും പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തിപരമായി അതിനെ പ്രതിരോധിക്കേണ്ടി വന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി വന്നതേയില്ല. എന്ന് മാത്രമല്ല, പരോക്ഷമായി MA ബേബി, PK ശ്രീമതിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പരോക്ഷമായി കോടിയേരി ബാലകൃഷ്ണനെ വിമർശിക്കുന്ന നിലപാടുകളാണ് അന്നെടുത്തത്. എന്ന് മാത്രമല്ല, ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ഇത് വ്യക്തിഗതമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യുമെന്നൊക്കെയുള്ള നിലയിൽ വ്യക്തിഗതമായി അതിനെ പ്രതിരോധിക്കേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണന്. ഒരു പാർട്ടി നേതാവും കോടിയേരി ബാലകൃഷ്ണന് അനുകൂലമായി അന്ന് രംഗത്ത് വന്നില്ല. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? ലജ്ജിച്ച് തലകുനിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിറങ്ങിപ്പോകേണ്ടി വന്നു. പാർട്ടിയുടെ 964 രൂപീകരണത്തിന് ശേഷം മകനെതിരായി ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളിൽ അച്ഛനായിട്ടുള്ള പാർട്ടി സെക്രട്ടറി രാജിവെച്ച് പോകേണ്ട ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്, ഇതം പ്രഥമമായിട്ടാണ് മകനെതിരെ ഉയർന്നു വന്ന അഴിമതി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ തുടർന്ന് അച്ഛനായിട്ടുള്ള പാർട്ടി സെക്രട്ടറിക്ക് രാജിവെച്ച് പോകേണ്ടി വരുന്നത്. അന്ന് ഒരാളും പാർട്ടിയിൽ കോടിയേരി ബാലകൃഷ്ണനെ ന്യായീകരിക്കാൻ വന്നില്ല. അത് ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താ? ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച അവസരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണമെന്നും തിരുവനന്തപുരത്ത് നിന്ന് അതൊരു വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകണമെന്നുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബം, ഭാര്യയും മകനുമൊക്കെ മക്കളുമൊക്കെ അവരങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കോടിയേരി ബാലകൃഷ്ണൻ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരമായിരുന്നു. ആഭ്യന്തരമന്ത്രി ആയിരുന്നു, പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആ സമയത്തെല്ലാം കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്താണ് താമസിച്ചിരുന്നത്. സ്വാഭാവികമായും കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം AKG സെൻറ്ററിൽ പൊതുദർശനത്തിന് വെക്കണമെന്നും അതിനെ തുടർന്ന് വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകണമെന്നുമായിരുന്നു ഭാര്യയും മക്കളും ആഗ്രഹിച്ചിരുന്നത്. അതിൽ തെറ്റൊന്നും ആർക്കും പറയാനും കഴിയില്ലായിരുന്നു. എന്ന് മാത്രമല്ല, പാർട്ടിക്ക് അതൊരു വലിയ ഗുണവുമായിരുന്നു. കാരണം അത്ര ആളുകൾ ആ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് മൊബിലൈസ് ചെയ്യപ്പെടുന്നതൊക്കെ പാർട്ടിക്ക് ഗുണമാകുമായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? പിണറായി വിജയൻ്റെ ഒരൊറ്റ സ്വാർത്ഥ താല്പര്യം, പിണറായി വിജയൻ്റെ സ്ഥാപിത താല്പര്യം കൊണ്ട് മാത്രം അതൊന്നും സംഭവിക്കാതെ ചെന്നൈയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ണൂരിലേക്ക് നേരെ വിമാനത്തിൽ കൊണ്ടുപോകുന്നു എന്ന അവസ്ഥയാണ് അന്ന് ഉണ്ടായത്. അതെന്തിനായിരുന്നു? പിറ്റേന്ന് രാവിലെ പിണറായി വിജയനും മക്കൾക്കും ഭാര്യയ്ക്കും കൊച്ചുമക്കൾക്കൊക്കെ ആയിട്ട് വിദേശത്തേക്ക് ഉല്ലാസയാത്ര പോകണമായിരുന്നു. ആ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതിന് വേണ്ടി കോടിയേരി ബാലകൃഷ്ണൻ്റെ മൃതദേഹം, ഭൗതിക ശരീരം AKG സെൻറ്ററിൽ വെക്കുകയും വിലാപയാത്രയായി കൊണ്ടുപോവുകയും ചെയ്യാതെ നേരിട്ട് അത് അങ്ങോട്ട് കൊണ്ടുപോയി. സ്വാഭാവികമായി അതിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി കോടിയേരിക്കും മക്കളായിട്ടുള്ള ബിനോയ്ക്കും ബിനീഷ് കോടിയേരിക്കും ഒക്കെ വലിയ തോതിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരതൊന്നും പുറത്ത് പ്രകടിപ്പിച്ചില്ല. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് മലയാള മനോരമയിൽ ഒരു അഭിമുഖത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ ബിനീഷ് കോടിയേരി തനിക്കുള്ള അതൃപ്തി പരസ്യമാക്കി. ഞങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞു. ആ പറഞ്ഞതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? തൊട്ട് പിറ്റേ ദിവസം അവരുടെ സഹോദരൻ വിനയകുമാർ, ഏതോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയിരുന്ന അയാൾ, ട്രിവാൻഡ്രം ക്ലബ്ബിൽ കാശ് വെച്ച് ചീട്ട് കളിച്ചെന്നും പറഞ്ഞിട്ട് പിണറായിയുടെ പോലീസ് അയാളെ പിടിച്ചകത്ത് ജയിലിലിട്ടു. അതൊരു സന്ദേശമായിരുന്നു. മിണ്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന ഇതായിരിക്കുമെന്ന് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഒരു സന്ദേശമായിരുന്നു. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ പ്രശ്നം എന്താ? കോടിയേരി ബാലകൃഷ്ണനെ അടക്കിയത് പയ്യാമ്പലത്തായിരുന്നു. പക്ഷേ അവിടെ ഒരു സ്തൂപം ഉണ്ടാക്കാനോ അതിനൊന്നും പാർട്ടി തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവിടെ കുറ്റിവീടിയും ഈ പറഞ്ഞ പോലെ മദ്യക്കുപ്പിയൊക്കെ കിടക്കുന്ന പടങ്ങളൊക്കെ ഫേസ്ബുക്കിൽ വന്നതിനെ തുടർന്നിട്ട് വലിയ വിമർശനങ്ങളുണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കോടിയേരി ബാലകൃഷ്ണനോട് കാണിച്ചിട്ടുള്ള അനീതി സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിന് വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇനി ആ അതൃപ്തി കൂടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയുണ്ട്. എന്താ കാര്യം? കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ വിഷയം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തിഗതമായി അതിനെല്ലാം നേരിടട്ടെ. കോടിയേരി ബാലകൃഷ്ണൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫോഴ്സ് ടു ഫെൻഡ് ഫോർ ഹിംസെൽഫ്, അതായത് അയാൾക്ക് വേണ്ടി അയാൾ തന്നെ വാദിക്കേണ്ട ഒരു സ്ഥിതി വന്നെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ വരുമ്പോൾ പാർട്ടി ഒന്നാകെ അതിൻ്റെ പുറകിൽ അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ മകനുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് MA ബേബി, PK ശ്രീമതിയൊക്കെ രംഗത്ത് വന്നെങ്കിൽ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ, പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ
MA ബേബി മുതൽ MA ബേബി, EP ജയരാജൻ, AK ബാലൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മുതലുള്ള ആളുകളെല്ലാം തന്നെ ക്യൂ നിന്നുകൊണ്ട് പിണറായിക്ക് അനുകൂലമായി രംഗത്ത് വരികയാണ്. രണ്ടുപേരും ചെയ്ത ഒരേ കുറ്റമാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെയും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പാർട്ടിയിൽ ആരും സഹായിച്ചില്ല, പിന്തുണച്ചില്ല. കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ച് പോകേണ്ടി വന്നു. പക്ഷേ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പാർട്ടിയിൽ നിന്ന് നിരയായി നിന്ന് പിന്തുണയ്ക്കുകയാണ്. ഏറ്റവും വലിയ ഇരട്ടത്താപ്പല്ലേ ഇത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ വലിയ തോതിലുള്ള അതൃപ്തി കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ ബിനീഷ് കോടിയേരിക്കും മക്കൾക്കും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ അവർക്ക് പുറമേ നിന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പുറത്ത് പറഞ്ഞാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളത് സഹോദരനകത്തായപ്പോൾ അവർക്ക് മനസ്സിലായതാണ്. എന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണ മക്കളും ക്ലീനല്ല. അവർക്കെതിരെയും ഒരുപാട് സാമ്പത്തിക ആരോപണങ്ങളുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ജാമ്യത്തിലാണ് ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരിക്കുള്ള ബിനാമി സ്വത്തുക്കൾ സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ പുറത്തുണ്ട്. പക്ഷേ അവർക്ക് പുറത്തൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് പുറത്തൊന്നും അവർ പറയില്ലെങ്കിലും അവർ വീട്ടിനുള്ളിലിരുന്ന് വിനോദിനി കോടിയേരിയും രണ്ട് മക്കളും പൊട്ടി ചിരിക്കുന്നുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അവർ വീടിന് പുറത്തേക്ക് അവർക്കത് കാണിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇനി ഷോൺ ജോർജും ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു വക്കീൽ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അവർ തമ്മിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മകനും കൂടെ അറിഞ്ഞുകൊണ്ടാണോ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഷോൺ ജോർജ് കേസ് കൊടുത്തെന്നുള്ള വർത്തമാനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്നും അറിയില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. ഷോൺ ജോർജ് ഈ കേസ് കൊടുത്തപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മകനോട് പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പിന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന് പറഞ്ഞ് ശരിയായിരിക്കാം. പക്ഷേ ഷോൺ ജോർജ് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ബിനീഷ് കോടിയേരി അറിയാതിരിക്കില്ലല്ലോ. അറിയുന്നുള്ളത് ഉറപ്പാണല്ലോ, കാരണം അവർ തമ്മിൽ അത്രയും ബന്ധമുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരി ഷോൺ ജോർജിനോട്, ഷോണെ നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് കൊടുക്കരുത്, കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ തലയിൽ വരും, ഞാനാണ് അതിൻ്റെ പുറകിലെന്നുള്ള നിലയിലുള്ള വർത്തമാനം വരും, അതെനിക്ക് ക്ഷീണം ചെയ്യും എന്നെങ്കിലും ബിനീഷ് കോടിയേരി പറഞ്ഞു എന്ന് പറയേണ്ടതായിരുന്നില്ല. അത് പറഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം അങ്ങനെ പറഞ്ഞു എന്ന് ഷോൺ ജോർജ് പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പം മാനസികമായിട്ടാണെങ്കിൽ പോലും പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഷോൺ ജോർജ് കേസുമായി പോകുന്നതിൽ ബിനീഷ് കോടിയേരി ഉള്ളാലെങ്കിലും സന്തോഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എത്രേ പറയുന്നുള്ളൂ. പിണറായി വിജയൻ്റെ മകളെ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ഈ പാർട്ടിക്കകത്ത് സന്തോഷിക്കുന്ന കുടുംബം, സന്തോഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വേറെയുണ്ട്. കാരണം അത് പാർട്ടി ജീർണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത്. പക്ഷേ വ്യക്തിഗതമായി പിണറായി വിജയനും മകളും നേരിടുന്ന ഈ കുടുംബത്തിൽ ആത്മാർത്ഥമായി ഉള്ളാലെ സന്തോഷിക്കുന്ന കുടുംബം കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബം, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയായിട്ടുള്ള വിനോദിനി കോടിയേരിയും മകൻ ബിനോയ് കോടിയേരിയും ഇളയ സഹോദരൻ ബിനീഷ് കോടിയേരിയും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ വീട്ടിലിരുന്ന് പൊട്ടി ചിരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും ബാക്കി വെക്കേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.